നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക കണ്ടെത്തലുകൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കേസിൽ ഏറ്റവും ആദ്യമായി അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിനുശേഷം ഏറ്റവും അവസാനം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എ പത്മകുമാറാണ്. അതിനു മുന്നേ അറസ്റ്റിലായത് വാസുവാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വാസുവും എ പത്മകുമാറും തമ്മിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന വിവരം ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന്റെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ SIT കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ SIT സംഘം ഈ ഒരു പരിശോധന നടത്തിയിരുന്നു, റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിലാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളടക്കം കണ്ടെത്താൻ സാധിച്ചത്. 12 മണിക്കൂറോളം നീണ്ട പരിശോധനയായിരുന്നു അന്വേഷണ സംഘം പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയത്. പ്രധാനമായും പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു അന്വേഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ഒരു SIT അന്വേഷണ സംഘത്തിന് കിട്ടിയെന്ന സൂചനകളടക്കം പുറത്തു വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് മൊഴി കിട്ടിയതാണ്. പത്മകുമാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പക്ഷേ വാസുവുമായിട്ട് പത്മകുമാറിന് വലിയ രീതിയിലുള്ള ഭിന്നതകളുണ്ടായിരുന്നു. പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെങ്കിലും പത്മകുമാർ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. പോറ്റി പറയുന്നു പത്മകുമാറുമായി നല്ല ബന്ധമുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ പത്മകുമാർ ഈ ഒരു കാര്യങ്ങളെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പോറ്റി നേരത്തെ നൽകിയ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾക്ക് വേണ്ടിയായിരുന്നു SIT പരിശോധന നടത്തിയത്. പോറ്റിയും പത്മകുമാറും ചേർന്ന് 2020, 2021, 2022 കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അടക്കം നടത്തിയിരുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ആറന്മുളയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും നടന്നുവെന്നും SITക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് വേണ്ടിയായിരുന്നു പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഭൂമി ഇടപാടുകൾ രേഖകൾ കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവടക്കം SIT കണ്ടെത്തിയിരിക്കുകയാണ്. പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു പോറ്റി. ചില സമയങ്ങളിൽ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം നിലവിലായിരിക്കുന്നത്. അതേസമയം വാസുവും പത്മകുമാറും തമ്മിലുള്ള ബന്ധം എടുത്തു നോക്കിയാൽ ഇരുവർക്കുമിടയിലെ ഭിന്നതകൾ വലിയ ഭിന്നതകൾ ഇരുവർക്കുമിടയിലുണ്ട്. പത്മകുമാറിന്റെ എതിർപ്പ് യുവതീ പ്രവേശത്തിൽ മറികടന്നത് കമ്മീഷണർ വാസു വഴിയാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവന്ന വിവരങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സമയത്തായിരുന്നു പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്. അന്ന് വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ. രണ്ടുപേരും സർക്കാർ നോമിനികളായിട്ടായിരുന്നു ബോർഡിലെത്തിയത്. 2018 ആചാരം ലംഘിച്ച് യുവതികളെ സന്നിധാനത്ത് എത്തിച്ച് ദർശനം നടത്തിക്കുന്നതിനോട് പത്മകുമാറിന് യോജിപ്പില്ലായിരുന്നു. അതിനാൽ അതിനുള്ള എല്ലാ നീക്കങ്ങളും വാസു വഴിയായിരുന്നു സർക്കാർ നടത്തിയത്. പ്രസിഡന്റിനെ അറിയിക്കാതെ കമ്മീഷണർ നേരിട്ട് സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ രൂക്ഷമായ ഭിന്നതയുണ്ടായിരുന്നു. പത്മകുമാറിന്റെ കാലാവധി പൂർത്തിയായ ഉടൻ വാസുവിനെ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. ഇതിലും പത്മകുമാർ പരസ്യമായിട്ടുള്ള അതൃപ്തി അറിയിച്ചിരുന്നു. സ്വർണ്ണക്കവർച്ച കേസിൽ വാസുവിന്റെ മൊഴി പത്മകുമാറിനെ വെട്ടിലാക്കി. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ വാസുവിനെതിരെ പത്മകുമാർ എന്തെല്ലാം പറയും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏവരും ഉറ്റുനോക്കിയതാണ്. പത്മകുമാറിന്റെ മൊഴിക്ക് രാഷ്ട്രീയ പ്രാധാന്യം വളരെയധികം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദൈവതുല്യരായി കണ്ട വ്യക്തികളൊക്കെ അവരുടെ പേര് പറയുമോ പത്മകുമാർ എന്നതടക്കമുള്ള ചോദ്യമൊക്കെ ശക്തമായതാണ്. പാർട്ടിക്കോ സർക്കാരിനോ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ബന്ധമില്ലെന്ന് പറഞ്ഞ് അകലം പാലിക്കുകയായിരുന്നു CPM-നെ വളരെയധികം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റ്. എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റ് വന്നതോടെ ഈ ഒരു പോറ്റിയുമായിട്ടുള്ള ബന്ധവും വാസുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഏതാണ്ട് ധാരണകളൊക്കെ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ അന്വേഷണം അത് ഏറെ നിർണായകമായി കേസിൽ മാറിയിരിക്കുകയാണ്. ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറും തമ്മിലുള്ള ഇടപാടുകൾ തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പണമിടപാടുകളുടെ രേഖകളും കിട്ടിയിരിക്കുകയാണ്. മുൻ ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസും വിജയകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഡാറിലാണ്. കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഭൂമി ഇടപാടുകളുടെ രേഖ കണ്ടെത്തി. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ സ്ഥിരമായി വന്നിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്തായാലും പത്മകുമാർ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ
നീങ്ങുകയാണ് അന്വേഷണ സംഘം. ആരൊക്കെയാണ് ചോദ്യമുറിയിലേക്ക് എത്തുന്നത് എന്നറിയാനാണ് ആകാംക്ഷയോടെ ഏവരും കാത്തിരിക്കുന്നത്. ശബരിമലയിൽ സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നുവെന്ന് പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കാൻ തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാം. കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഈ രേഖകൾ വെച്ചും പത്മകുമാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പത്മകുമാറിന് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധന പൂർത്തിയായത് അർദ്ധരാത്രിയോടെയായിരുന്നു. ഉച്ചയ്ക്ക് 12:15 തുടങ്ങിയ പരിശോധന 12 മണിക്കൂറിലേറെ നീണ്ടു നിന്നു. നിർണായക രേഖകൾ കിട്ടിയെന്നാണ് സൂചന. എന്തായാലും ഈ ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് സൂചനകൾ. പല ഓഫീസുകളും ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചുവെന്നാണ് N. വാസുവിന്റെ മൊഴി. കട്ടളപ്പാളികളും ശ്രീകോവിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പൂജയുടെ ഭാഗമായി നടൻ ജയറാം അടക്കമുള്ളവരെ മൊഴി രേഖപ്പെടുത്തും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തേക്കും. കട്ടളപ്പാളികൾ പോറ്റിക്ക് കൈമാറണമെന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരും ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്നത്. പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പ് പാളികൾ എന്ന് എഴുതി ചേർത്തെന്നാണ് SITയുടെ നിർണായക കണ്ടെത്തൽ. അതേസമയം കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ SIT നടത്തിയ അന്വേഷണം, ആ ഒരു പരിശോധന, അതിന്റെ ഒരു ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഷോട്ട് അറിയുന്നതിന് വേണ്ടി ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എടുക്കായിരുന്നു. നേരത്തെ വിളിച്ചോണ്ട് നീ ഒന്ന് നോക്കിക്കോളെ. ഇന്നലെ രാത്രി 12 മണിയാകുമ്പോൾ അവസാന നിമിഷം മറ്റേ ആരെങ്കിലൊക്കെ വരും. ചിലപ്പോൾ 3 മണിക്കാണ് കഴിയുന്നത്. വൈദ്യുതി